തമിഴ്നാട്ടിലെ കടലൂരിലെ കീഴപ്പറയൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു തവലിംഗ സെൽവരായൻ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. 71 വയസ്സായിരുന്നു ആളുടെ പ്രായം. സെൽവരായൻ നാട്ടിലെ പ്രമാണിയായിരുന്നു. ആ ഒരു ഗ്രാമത്തിലെ ഏകദേശം പകുതിയോളം ലാൻഡ്, കൃഷിഭൂമിയൊക്കെ ആളുടേതായിരുന്നു എന്ന് പറയാം. ആ നാട്ടിലെ ഒരുപാടധികം ആളുകൾ ആളുടെ സ്ഥലത്ത് പണിയെടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നെ നാട്ടിലെ അമ്പല കമ്മിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ആൾക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. രണ്ടുപേരുടെയും വിവാഹം നല്ല ആർഭാടകരമായിട്ടൊക്കെ തന്നെയായിരുന്നു നടത്തിയതും. പിന്നീട് പേരക്കുട്ടികൾ ഉണ്ടായി. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. നാട്ടിലത്തെ അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. അതുപോലെ തന്നെ അയാളുടെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ആൾ രാവിലെ തന്നെ വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുന്ന എല്ലാവരും തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ ആൾക്ക് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പെണ്ണിൻ്റെ കാര്യത്തിൽ ആൾക്ക് ചെറിയ വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതായത് സ്ത്രീ വിഷയത്തിൽ നല്ല തൽപരനായിട്ടുള്ള ഒരാളായിരുന്നു ആള്. ആ നാട്ടിലെ ഒരുപാടധികം സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതായത് ആ ഒരു നാട്ടിലെ ഈ പ്രായത്തിലും ഒരു പ്ലേ ബോയ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആളെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആളുടെ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. സെൽവരായൻ്റെ ഈ ഒരു സ്വഭാവം ഗ്രാമത്തിലെങ്ങും പാട്ടാണ്. എല്ലാവർക്കും അറിയാം അയാൾ പെണ്ണിൻ്റെ കാര്യത്തിൽ എത്രത്തോളം വീക്കായിട്ടുള്ള ഒരാളാണ്. നാട്ടിൽ ഒരുപാടധികം സ്ത്രീകളുമായിട്ട് ആൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് എന്തിനേറെ പറയുന്നു, ആളുടെ വീട്ടുകാർക്ക് വരെ അറിയാം. എന്നാലും ആളുടെ അടുത്ത് ഒന്നും ചോദിക്കാനുള്ള ധൈര്യമൊന്നും ആർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് തോന്നിയ പോലെ നടക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ April 8, 2021 ഈവനിങ് ടൈമിൽ ഈ സെൽവരായൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. എന്നാൽ സാധാരണ വീട്ടിലെത്തുന്ന ടൈമായിട്ടും ആൾ വീട്ടിലോട്ട് എത്തിയില്ല. പിന്നീട് ആളെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഫാമിലി മെമ്പേഴ്സിന് യാതൊരു ഐഡിയയും കിട്ടിയില്ല. അതായത് നിപ്പിൽ ആൾ കാണാതാവുമായിരുന്നു. പിന്നെ ആളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങിന് ആരെങ്കിലും കൂടെ പോയതാണോ എന്നുള്ളൊരു സംശയവും ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടായി. അപ്പോൾ അവരിങ്ങനെ അടുത്ത ആളുകളോടൊക്കെ ചോദിച്ചു. അവരാരും തന്നെ ഈ ഒരു സെൽവരായനെ അന്നത്തെ ദിവസം എന്താ പറയുക ആ ഒരു സമയത്തിന് ശേഷം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഫാമിലി മെമ്പേഴ്സും വിചാരിച്ചു ഓക്കെ ഇന്ന് നൈറ്റ് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും, നാളെ രാവിലെ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ പിറ്റേ ദിവസം അവരെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു. ഇവരുടെ ഗ്രാമത്തിൻ്റെ എൻഡിലുള്ള ആ ഒരു കൃഷിസ്ഥലത്ത് ഒരു ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുടെയും ആയിരുന്നില്ല, സെൽവരായൻ്റെ തന്നെയായിരുന്നു. ആളുടെ ദേഹത്തൊക്കെ കുത്തുകിട്ടിയും മറ്റും പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, മുണ്ടുണ്ടായിരുന്നില്ല, ഷർട്ടൊക്കെ കീറി കിടക്കായിരുന്നു. ആളിങ്ങനെ മരിച്ചു കിടക്കായിരുന്നു. ഏതോ പണിക്കാരൊക്കെ ആയിരുന്നു ആളുടെ ആ ഒരു ബോഡി ആദ്യം കണ്ടത്. അതിനുശേഷം വീട്ടുകാരെയും മറ്റുമൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസുകാർ സ്ഥലത്തെത്തി. ഇതൊരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ബോഡി റിക്കവർ ചെയ്തിട്ട് വിരുദാചലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അയച്ചു. ഓട്ടോപ്സിക്കും മറ്റുമൊക്കെ ശേഷം ഈ ഒരു ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. വീട്ടുകാർ ഈ ഒരു ബോഡി ഏറ്റെടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ അച്ഛനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ ഞങ്ങൾ ബോഡി ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അതൊരു ചെറിയൊരു പ്രൊട്ടസ്റ്റായിട്ട് മാറുകയാണ്. ആ ഗ്രാമത്തിലെ തന്നെ വലിയൊരാളായതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് വന്നു. അങ്ങനെ ആ ഒരു പ്രൊട്ടസ്റ്റ് ഇത്തിരി വലിയൊരു പ്രൊട്ടസ്റ്റായി. അവസാനം റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി. അങ്ങനെ വലിയൊരു ഇഷ്യൂ ആവുകയാണ്. അങ്ങനെ ഇഷ്യൂ ആയി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ അവിടുത്തെ വലിയ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ അടുത്തോട്ട് വന്നിങ്ങായിട്ട് ഇവരെ സമാധാനിപ്പിക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കൃത്യം ചെയ്തത് ആരാണെന്നുള്ളത് പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. നിങ്ങളിപ്പോൾ ബോഡി വാങ്ങി ദയവായിട്ട് പോകണം, ഇവിടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുകയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം അവർ ബോഡി വാങ്ങാനായിട്ട് തയ്യാറാവുകയാണ്. എന്നാൽ അവർ ബാക്കി ചടങ്ങുകളൊന്നും ചെയ്തില്ല, ബോഡി സംസ്കരിച്ചില്ല. ബോഡി അവർ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ എന്താ പറയുക ഫ്രീസറിൽ വെക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ അച്ഛനെ കൊന്ന ആളെ കണ്ടുപിടിക്കാതെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി ദഹിപ്പിക്കില്ല, എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, കർമ്മങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും വലിയൊരാളാണ് മരിച്ചത്, പോലീസിൻ്റെ മേൽ അത്രത്തോളം പ്രഷർ വരികയാണ്. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടിലുള്ള ഓരോരുത്തരെയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഈ സെൽവരാജൻ്റെ മകൻ, മകൾ, മരുമകൾ, അതുപോലെ തന്നെ പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ മകൻ്റെ മകനുണ്ട്, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ. 24 വയസ്സായിരുന്നു ആ ഒരു പയ്യൻ്റെ പ്രായം. ആ പയ്യൻ പറയുന്നതിൽ എന്തൊക്കെയോ ലിങ്ക് കിട്ടാത്തതായിട്ട് പോലീസിന് തോന്നുകയാണ്. അതായത് ആൾ പറയുന്നതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പോലീസിന് തോന്നി. സോ ഈ ഒരു കൊലപാതകത്തിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആ ഒരു പയ്യൻ എന്തോ ഒരു പങ്കുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ പയ്യൻ എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരു തോട്ട് പോലീസിന് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നിട്ട് പോലീസ് സ്റ്റൈലിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്.
പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ താനും തൻ്റെ സുഹൃത്തും കൂടിയാണ് തൻ്റെ അപ്പൂപ്പനെ കൊന്നതെന്ന് ഈ ഒരു പയ്യൻ പറയുകയാണ്. അയാളുടെ പിഴച്ച സ്വഭാവം കാരണമാണ് ഇത്തരത്തിലൊരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നതെന്നും ആ ഒരു പയ്യൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് നീ ഇത് ചെയ്തത് എന്നുള്ളൊരു കാര്യം പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ പയ്യൻ സ്റ്റോറി പറയുന്നത്. അപ്പൂപ്പൻ്റെ ഈ ഒരു സ്വഭാവം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അയാൾക്ക് എന്താ പറയുക, സ്ത്രീ വിഷയത്തിൽ അത്രയും ഇതായിട്ടുള്ള ഒരാളാണ്. അതായത് നാട്ടിലുള്ള ഒരുപാടധികം സ്ത്രീകളുമായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആൾ അവിടെ കൊണ്ടൊന്നും നിർത്താതെ ആ ഒരു സ്വഭാവം തൻ്റെ വീട്ടിലും കാണിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന പയ്യന് ഒരു 7 വയസ്സൊക്കെ ഉള്ള സമയം തുടങ്ങിയിട്ട് ഈ പയ്യൻ തൻ്റെ അപ്പൂപ്പനെയും അമ്മയെയും കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ പല സമയത്ത് കാണുകയാണ്. ചെറുപ്പത്തിൽ തന്നെ നേക്കഡായിട്ട് അപ്പൂപ്പനും അമ്മയും ഇതേപോലെ തന്നെ ബെഡിൽ കിടക്കുന്നു. അതൊന്നും അപ്പോൾ ഇതിന് മനസ്സിലായില്ല. എന്നാൽ സമയം കഴിയുന്തോറും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ രഞ്ജിത്തിന് ഒരു ദേഷ്യം തോന്നുകയാണ്. അതായത് അപ്പൂപ്പൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പോൾ അപ്പൂപ്പൻ എങ്ങനെയെങ്കിലും അമ്മയെ ട്രാപ്പ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു തോട്ടും കാര്യങ്ങളും ഈ പയ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അതിൻ്റെ പുറത്ത് അപ്പൂപ്പൻ്റെ അടുത്ത് ദേഷ്യം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ആളുടെ അടുത്തൊന്നും പറയാനോ പ്രതികരിക്കാനോ ഒന്നും തന്നെ ഈ ഒരു പയ്യന് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പയ്യൻ്റെ അച്ഛൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആൾ അറിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പയ്യൻ കരുതാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ നിൽക്കും, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ സമയം കടന്നു പോയിട്ടും ഇവർ രണ്ടുപേരും ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രഞ്ജിത്തിന് 24 വയസ്സുമായി. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 1, 2021 ഒരു ഈവനിങ് ടൈമിൽ രഞ്ജിത്ത് വീട്ടിൽ വന്ന് കയറിയാണ്. അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ വലിയ ആളാനൊക്കൊന്നുമില്ല. അപ്പോൾ അമ്മ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ മുറിയിലോട്ട് പോയ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന പയ്യൻ കണ്ടത് അമ്മയും അപ്പൂപ്പനും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു കാഴ്ചയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ പയ്യൻ ആകെപ്പാടെ ഷോക്കായി. പിന്നീട് അപ്പൂപ്പൻ്റെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യം തോന്നാണ്. എങ്ങനെയെങ്കിലും ഇയാളെ ഇല്ലാതാക്കണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളിങ്ങനെ എൻ്റെ അമ്മയെ നശിപ്പിച്ച് ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇയാളാണ് ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അങ്ങനെയുള്ളൊരു ചിന്ത ഈ പയ്യൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. ഈ ഒരു ഭൂമി ലോകത്ത് ജീവനോട് ഇരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആളാണ് അയാളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ളൊരു ചിന്ത മാത്രം ഈ പയ്യൻ്റെ ഉള്ളിൽ വരികയാണ്. അതിനുശേഷം തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. എന്നിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പൂപ്പനെ കൊല്ലാനായിട്ട് ആത്മാർത്ഥ സുഹൃത്ത് ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ഇവരുടെ പ്ലാൻ പ്രകാരം രഞ്ജിത്തിന് ഓൾറെഡി അറിയായിരുന്നു അപ്പൂപ്പൻ ഏത് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, എപ്പോൾ കയറും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയായിരുന്നു. അതിനനുസരിച്ചിട്ടായിരുന്നു ഇവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവരുടെ പ്ലാൻ പ്രകാരം ആ ഏപ്രിൽ 8-ാം തീയതി ഇയാൾ ചായ കുടിച്ചും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് രഞ്ജിത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൂപ്പൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ആൾ ഈ എന്താ പറയുക പേരക്കുട്ടിയുടെ വണ്ടിയുടെ ബാക്കിൽ കയറി. അങ്ങനെ അവരവിടെ നിന്ന് നേരെ പോവുകയാണ്. നേരെ പോയിട്ട് എന്താ പറയുക, ആ ഒരു ഗ്രാമത്തിൻ്റെ എൻഡിലുള്ള അവരുടെ പറമ്പിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ എത്തി ബൈക്ക് നിർത്തി അവിടെ കൂരിട്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ അവിടെ ജനവാസമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം, ഇവിടെ എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ഈ പയ്യൻ ഒരു കാര്യമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പനെ വിളിച്ച് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തിൻ്റെ ഫ്രണ്ട് ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാണ്. ആളുടെ കയ്യിൽ ഒരു കട്ടയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കത്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു സെൽവരായനെ അറ്റാക്ക് ചെയ്തു. അതേപോലെ തന്നെ എന്താ പറയുക, കല്ല് വെച്ച് തലക്കടിച്ചു, കത്തി വെച്ച് ദേഹത്തൊക്കെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിനുശേഷം ആ കയ്യിലുണ്ടായിരുന്ന കയർ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് അവർ അയാളെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ അവരവിടെ നിന്ന് പോയി. ആ ഒരു സമയം രാത്രിയായിരുന്നു, ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞില്ല. പിന്നെ ചുറ്റുവട്ടത്തൊന്നും ആരും തന്നെ ഇല്ലാത്തൊരു ഏരിയ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ വീട്ടിലോട്ട് പോയിട്ടോ. പിന്നീട് മുത്തശ്ശൻ അന്വേഷിക്കുന്നതിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ ഈ ഒരു കേസിൽ ഇവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. അവസാനം 8 വർഷത്തോളം തടവ് ശിക്ഷ എന്തോആണ് ഇവർക്ക് ഈ ഒരു കേസിൽ ലഭിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.